ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്രാ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ അല്ലേ ഷെയർ ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏതാ പ്ലേസ് എന്നുള്ളത് ഈ ഒരു ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതായാലും ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ അഗാരോൻ്റെ പോർട്ടബിൾ ബ്ലെൻഡറാണ് കേട്ടോ. ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്ലെൻഡർ ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അഗാരോൻ്റെ ഈ ഒരു പോർട്ടബിൾ ബ്ലെൻഡർ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതിൻ്റെ ലുക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ലുക്ക് മാത്രമല്ല, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള നല്ല ഹൈ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇതിന് ഗ്ലാസ് ടൈപ്പ് കണ്ടെയ്നറാണ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പവർ ബട്ടണിൽ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇതിൽ 6 സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഷാർപ്പ് ബ്ലേഡ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്ത് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടും. പിന്നെ ഈ ഒരു ജാറ് കണ്ടില്ലേ, നല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ജാറുകളാണ് കേട്ടോ. ഇത് നമുക്ക് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ക്യാരി ചെയ്യാനും ഈസിയാണ്. യാത്രകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റും കൂടിയാണ്. നമ്മൾ ഇതിലൊരു സ്മൂത്തി ഒക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഗ്ലാസിൻ്റെ ആവശ്യമില്ല. ആ ഒരു കണ്ടെയ്നറിൽ തന്നെ നമുക്കത് കുടിക്കാൻ പറ്റും. USB റീചാർജബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു C ടൈപ്പ് കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കാറിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ ലാപ്ടോപ്പിലോ ഒക്കെ കുത്തി യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സേഫ്റ്റി ഫീച്ചറാണ്, നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ഇതിൽ നിന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ആ ഒരു പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്താൽ അത് വർക്ക് ആവില്ല, ആ ഒരു ബ്ലേഡ് ഓൺ ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും അത്രയും സേഫാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു അഗാരോ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡറിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഷേക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 450 ml കപ്പാസിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബനാന ഷേക്കാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടി പോണത്. ഇതിൽ നമുക്ക് നട്ട്സും ഫ്രൂട്ട്സും ഡേറ്റ്സും ഐസ് ക്യൂബും ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊരിക്കലും ഒരു ചീപ്പ് പ്രൊഡക്റ്റ് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ കണ്ടെയ്നർ മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ ലീക്ക് പ്രൂഫ് ജാർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ലീക്ക് ആവുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതിൽ നമുക്ക് ജ്യൂസ് ആയിക്കോട്ടെ സ്മൂത്തി ആയിക്കോട്ടെ ഒക്കെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ജ്യൂസൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇത് ഒഴിച്ചു കുടിക്കാനൊരു ഗ്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കതിൻ്റെ 2 സൈഡും റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ഉപയോഗം നടക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിൽ ഒരു ജ്യൂസും കൂടെ റെഡിയാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്തിരിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് രണ്ടും മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം, കാരണം നമ്മുടെ യാത്രകളിലൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ റൈറ്റാണ് കേട്ടോ. ഇത് ക്യാരി ചെയ്യാനും വളരെ ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസോ സ്മൂത്തിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജബിൾ ബ്ലെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കാറിലാണെങ്കിലും ഇത് കുത്തി ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് 3000 mAh പവർഫുൾ ബാറ്ററിയാണ് ഉള്ളത്. അതുപോലെ RPM 16500, പിന്നെ 126 വാട്ട് കോപ്പർ മോട്ടറാണുള്ളത്. 20 സെക്കൻഡിൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പവർ ബട്ടണിൽ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മുന്തിരി കറക്റ്റ് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജിമ്മിൽ പോകുന്നവർക്കും അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കും ഈ സ്മൂത്തിയൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു അഗാരോ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ അല്പം വെള്ളം അതിലോട്ട് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള ഒരു മെയിൻ ഡിവൈസിൽ വെള്ളം ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ ചാർജർ കണക്ട് ചെയ്യണ ഈ ഒരു ഭാഗത്ത് നല്ലൊരു കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് വെള്ളം കയറും എന്നുള്ളൊരു ടെൻഷനും വേണ്ട കേട്ടോ. ഇനി നമ്മുടെ യാത്രാ വിശേഷങ്ങളിലോട്ട് കിടക്കുക. അപ്പോൾ നട്ടപ്പാതിര 2 മണിക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. 2 ദിവസത്തെ ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അനും നെയ്ഷൊക്കെ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ സോനുവിന് കണ്ണി കുത്തി ഉറക്കം വരുന്നില്ല കേട്ടോ. പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ കടന്നിട്ടോ എനിക്ക് ഉറക്കം വരുന്നില്ല.
ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ ട്രിപ്പ് പോണത്. ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴി അവരെയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ആ സ്പോട്ടിൽ ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളെയും കൂടെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ നമ്മളും കൂടെ പങ്കുചേർന്നു. അങ്ങനെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് മധുരം നല്ല പാലട പ്രഥമനായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഒരു ഗ്ലാസ് പാലട പ്രഥമനൊക്കെ കഴിച്ചു രാവിലെ തന്നെ. അങ്ങനെ അവരുടെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സ്പോട്ട് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫസ്റ്റ് കച്ചവടം നമ്മുടെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് മക്കൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സും ബേക്കറിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോണത് കൊടൈക്കനാലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊടൈക്കനാൽ പോണത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിലൊക്കെ വെച്ച് കുറച്ച് വലിയൊരു ചുരമാണ് ഇതെന്ന്. കാരണം ഒരുപാട് ടൈം എടുത്തു നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകും തോറും താഴോട്ട് നോക്കാൻ എന്നെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെ വലിയ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. എന്നെപ്പോലെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേങ്കിൽ കാണാൻ ഭയങ്കര രസമൊക്കെയാണ് കേട്ടോ. അത് ഒരുപാട് ഹൈറ്റിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ഹൃദയത്തിൻ്റെ താളത്തിലൊരു മാറ്റമൊക്കെ വരും. ഒരു പേടി തോന്നും, നമ്മളെങ്ങാനും ഇവിടുന്ന് താഴോട്ട് വീഴോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്ര, അതൊക്കെയാണല്ലോ നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏറെക്കുറെ നമ്മൾ കൊടൈക്കനാൽ എത്തി തോന്നുന്നു. എന്നാണെങ്കിൽ സമയം ഇപ്പോൾ രാവിലെ 10 മണി ആയിട്ടുണ്ട്. നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളൊരു ചെറിയ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ സമയമായിട്ട് നമ്മൾ തപ്പി നടക്കുകയാണ് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്പോട്ട് തപ്പിയിട്ട് എന്താ പറയുക, മുന്നുള്ള കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഈ ബ്രെഡും ഓംലെറ്റും അങ്ങനെ ന്യൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കിട്ടുമെന്ന് തപ്പി തപ്പി പോന്ന് അവസാനം ഇതാ ഒരു കടയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അനുക്കുട്ടിക്ക് തമിഴ്നാട് ബോർഡർ കടന്നപ്പോഴേ പനി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് അവളെ ഫുഡ് കഴിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ അകത്ത് ചെന്നപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കൊടൈക്കനാലിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള ഫുഡ്, അതായത് തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണല്ലോ. ഇവിടുത്തെ ആ ഒരു ഫുഡൊന്നും നമുക്ക് അങ്ങോട്ട് വല്ലാണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആ ഒരു രീതിയല്ലല്ലോ. ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെയാണ് നമ്മൾ ആ ഒരു ബ്ലെൻഡറൊക്കെ കയ്യിൽ കരുതേണ്ടത്. ഞാനാണെങ്കിലോ അതെടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഞാനത് കയ്യിൽ വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ പാക്ക് ചെയ്ത സമയത്ത് അത് മറന്നുപോയി. കാരണം നമുക്ക് എല്ലാ ഭാഗത്തുള്ള ഫുഡൊന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു പോർട്ടബിൾ ബ്ലെൻഡർ കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഫ്രഷ് ജ്യൂസ് എങ്കിലും അടിച്ച് കുടിക്കാമല്ലോ. അങ്ങനെ വഴിയിൽ നിന്ന് നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അതാ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ റൂമിലെത്തിയപ്പോഴേക്കും സമയം ഉച്ചക്ക് 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായി. ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലഞ്ച് വേണമെന്നുള്ളത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ റൂമെന്ന് പറയുമ്പോൾ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ലിവിങ് ഹാളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റൂം കേട്ടോ. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഹോട്ടലിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ സ്റ്റാർ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റാർ
ലേക്ക് ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസം മൊത്തം നമ്മളെ ചുറ്റിച്ച തടാകമാണ് കേട്ടോ ഇത്. അതിൻ്റെ പിന്നിലെ കഥ ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഇതാ ഇവിടെ വന്നപ്പോൾ മക്കൾ ബോട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ബോട്ടിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. മൊത്തം നമ്മൾ 9 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെറിയ മക്കൾ 3 ആളെയും കൂട്ടിയിട്ട് ഞാനും ഷെബിയും കൂടെ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുഴഞ്ഞു പോണ ബോട്ടിൽ. ചെറിയ മക്കൾക്ക് ഇങ്ങനെ കാല് വെച്ച് തുഴയണം, നമ്മൾ സ്വന്തമായിട്ട് തുഴയണ ബോട്ടുണ്ടല്ലോ, അതിൽ പോകാൻ പറ്റില്ല അവരെയും കൊണ്ട്. ഈ ബോട്ട് യാത്ര 25 മിനിറ്റാണ് കേട്ടോ നമുക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 25 മിനിറ്റ് പെട്ടെന്ന് തീർന്നു പോയ പോലെ ഇരുന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യം കനിക്കുട്ടിക്ക് ഇതിൽ കയറാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾക്ക് സ്വന്തമായിട്ട് കാലുകൊണ്ട് തുഴഞ്ഞു പോണ ബോട്ടിൽ കയറണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ എങ്കിൽ ചെറിയ കുട്ടികൾക്ക് അതിൽ കയറാൻ പറ്റൂല, പെർമിഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴാണ് കേട്ടോ പിന്നെ ഇക്കിം ജയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിതാ ആ സ്വന്തമായിട്ട് കാലുകൊണ്ട് തുഴഞ്ഞു പോണ ആ ഒരു ബോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലാണ് സോനും കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എല്ലാവരുടെയും ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി അവിടെയുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇതാ ഈ ഒരു തീയിൽ ചുട്ടെടുക്കുന്ന സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അനിയത്തി ഇവിടെ കൊടൈക്കനാൽ പോകുമ്പോൾ പ്രത്യേകം കഴിക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊടൈക്കനാലാണ് വരുന്നത്, അവിടെ നല്ല തണുപ്പാണെന്നൊക്കെ അറിഞ്ഞിട്ടും സ്വെറ്റർ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതാ അനുക്കുട്ടിക്കും നൈഷനും ഇവിടുന്ന് ഓരോ കോട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി സൈക്ലിംഗ് ആയിരുന്നു. അപ്പോൾ അത് അനുക്കുട്ടി ഉപ്പച്ചിയും ആദ്യം പോയിട്ടുണ്ട്. ഈ വഴി ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അതിനിടയിൽ കൂടെ ഈ സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് കുറച്ചൊരു സാഹസികതയാണ്. അങ്ങനെ പിന്നെ ഇതാ മക്കൾ അവിടെ കണ്ട എല്ലാ സാധനങ്ങളും വാശി പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാർ ലേക്കിന് ചുറ്റും ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. പല ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ കടകളാണ് കേട്ടോ അതിൻ്റെ ചുറ്റിനും. അങ്ങനെ ഓരോ കടകളിലും കയറിയും ഇറങ്ങിയും ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചും നമ്മൾ ആ ഒരു സ്റ്റാർ ലേക്ക് ഒന്ന് കവർ ചെയ്ത് പോരാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ആ സ്റ്റാർ ലേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു സ്റ്റാർ പോലെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇറങ്ങിയതായിരുന്നു കേട്ടോ നടക്കാൻ. പക്ഷേങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഒരറ്റത്ത് നിന്ന് നമ്മൾ ഒരറ്റത്ത് മറ്റേ അറ്റത്ത് എത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം നമ്മൾ അതിൻ്റെ ചുറ്റിനോട് കുടുങ്ങിപ്പോയി. അങ്ങനെ നട്ടപാതിരായപ്പോഴാണ് പിന്നെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കിടന്ന് രാവിലെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഹോട്ടലിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂരിയും പിന്നെ നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഒരു ഫുഡ് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ടേസ്റ്റ് അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 10:30 ആയപ്പോഴാണ് നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കൊടൈക്കനാൽ ആരിക് കോട്ടേജ് ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഈ കൊടൈക്കനാലിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. കൊടൈക്കനാൽ നമ്മൾ വന്നത് ഗുണ കേവ് കാണണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഫിലിം കണ്ടതിന് ശേഷമുള്ള ഒരു ആഗ്രഹമാണ് ആ ഗുണ കേവ് ഒന്ന് വന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമ്മളിതാ ഗുണ കേവ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗുണ കേവിലോട്ടുള്ള വഴിയിൽ തന്നെ വേറെയും ഒരുപാട് സ്പോട്ടുകൾ കാണാനുണ്ട് കേട്ടോ. അതായത് റോസ് ഗാർഡന്, പൈൻ ഫോറസ്റ്റ്, പിന്നെ അപ്പർ സ്റ്റാർ ലേക്ക് വ്യൂ, പിന്നെ പില്ലർ റോക്ക്, അതേപോലെ സൂയിസൈഡ് പോയിൻ്റ്, അങ്ങനെ ഒരുപാട് വേറെയും സ്പോട്ടുകളുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആദ്യം നമ്മളിതാ ഗുണ കേവ് ലക്ഷ്യമിട്ട് പോയപ്പോൾ ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി നല്ലൊരു ആംബിയൻസ് കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ ആളുകൾ ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കണപ്പോൾ നൈഷുമാക്കും വേണം കേട്ടോ അവിടുന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ പിന്നെ ഞങ്ങളും എല്ലാവരും അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടുന്നുള്ള
ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ പോണ വഴി ഫുൾ പൈൻ മരങ്ങളാണ്. പിന്നെ ഈ ഒരു ഗുണ കേവിലേക്കുള്ള വഴി ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ട്രാഫിക് ജാമാണ്. അപ്പോൾ ഞാനും ഷെബിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്തത്. കാരണം വണ്ടിയിൽ പോണേക്കായി ഒന്നുകൂടെ ബെറ്ററാണ് ഇത് കൂടെ നടന്ന് പോണത്. ഏതൊരു സ്പോട്ടിൽ പോയാലും അവിടെ കണ്ട് ആസ്വദിക്കുക എന്നതിലുപരി പല പോസ്റ്റിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കണം കേട്ടോ. ഇപ്പോൾ അങ്ങനെ അതിനകത്തുനിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എല്ലാ സ്പോട്ടിലും ഉണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളതിനേക്കായൊക്കെ ഭയങ്കര വില കൂടുതലാണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങൾക്കും. പിന്നെ ഇത് കടല ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നെയ്ശുകുട്ടി അനും ഒക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇക്കാനെ കൊണ്ട് ഓരോന്ന് വാങ്ങിപ്പിക്കുന്നുണ്ട്. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഗുണ കേവിൻ്റെ എൻട്രി ഫേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. 10 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് കയറുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകണം കേട്ടോ ഗുണ കേവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നൈഷുക്കുട്ടി ഈ ലോകത്തെ അല്ല കേട്ടോ, എന്തൊക്കെയോ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവൾ ആനുക്കുട്ടിക്ക് ഇവിടെ വന്ന് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോഴേ പണി കിട്ടി തുടങ്ങി. അവളുടെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട വീഡിയോ എടുക്കുമ്പോൾ അവൾ ചിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടെ എത്തി കുറച്ചായപ്പോഴേ പനി തുടങ്ങി കേട്ടോ. അവൾക്ക് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് അവളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുണ കേവിന് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട്. പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല. ശരിക്കും ആ ഫിലിമിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് മുഖം മാത്രമാണ്. പിന്നെ ആ ഒരു കേവും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ഇട്ടതാണല്ലോ. ഇനി ആരും തന്നെ ഇതിനകത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പേടിയാവും. ഈ ഒരു എന്താ പറയുക ഗുണ കേവിൻ്റെ ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഇതൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട് കാണാൻ. ഇവിടെ പല ഭാഗത്തും ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ഭയങ്കര സേഫാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ആളുകൾ ഇതിനകത്തോട്ട് പോകാണ്ടിരിക്കാൻ നോക്കാനൊരാളൊന്നും എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഇതിനകത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ കേവും അവർ ഗ്രില്ലിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കണമൊക്കെ ഉണ്ട്. സോനൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊന്നും യാതൊരു പേടിയില്ല കേട്ടോ, കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഭീകരതനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന സമയത്ത് ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി വന്നിട്ട്. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു താഴ്ചയാണ് കേട്ടോ. കാണുമ്പോൾ എന്നെ പേടിയാവും. പിന്നെ എനിക്ക് തോന്നുന്നു പില്ലർ റോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കി കാണുന്നതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ആ ഒരു പില്ലർ റോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഗുണ കേവിനകത്ത് കയറുമ്പോഴേ സമയം 2:45 ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കും ചെലിയും വന്നപ്പോൾ ചോളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സോനു കണ്ടില്ലേ, കുരങ്ങന് അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിപ്പോട്ടോ. ഇതിനകത്തുനിന്ന് ഒരിക്കലും നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ കഴിയൂല. കാരണം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരാണ്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് അത് അവർ വാങ്ങിക്കും. അവർക്ക് അത് കിട്ടണ വരെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം തൊട്ടേ മൊത്തത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ സുഭാഷ്. എല്ലാവരും സുഭാഷേന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുട്ടികളും കൂടെ കേട്ടോ. ഇവിടെ എപ്പോഴും എനിക്ക് തോന്നുന്നു ആ സുഭാഷ് എന്നുള്ള ആ ഒരു ഫിലിം ഇറങ്ങിയതിന് ശേഷം സുഭാഷ് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അത് എപ്പോഴും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മുഴങ്ങി കേൾക്കും. ഇവിടെ വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഫിലിം ഉള്ളതുകൊണ്ടായിരിക്കും, ആ ഒരു സുഭാഷിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ എല്ലാവരും ആ ഒരു പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ
വേരുകൾക്കിടയിൽ ഇരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ദേഹത്തേക്ക് ഇങ്ങനെ നാണയത്തുട്ടുകൾ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കുരങ്ങന് ആരുടെയോ പേഴ്സ് എടുത്ത് പോയിട്ട് അതിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് എറിയാണ് കേട്ടോ. ബാഗോ ക്യാഷോ പേഴ്സോ എന്ത് കണ്ടാലും കുരങ്ങന്മാർ അടിച്ചു മാറ്റിയത് കൊണ്ടുപോയിട്ട് മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഓരോരുത്തരുടെയും തലൻ്റെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ കുപ്പി തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഒരുത്താൻ കുടിക്കണ കണ്ടില്ലേ. അവിടെ ഞങ്ങൾ ഇരുന്നൊന്ന് ഫോട്ടോ എടുക്കാനൊന്നും ആൾ സമ്മതിക്കണില്ല കേട്ടോ. ആൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ വെള്ളക്കുപ്പി വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഗുണ കേവൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അവിടെയുള്ള ചെറിയ കടകളിൽ നിന്ന് കിട്ടാവുന്ന ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരു ഊട്ടിപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഊട്ടിപ്പൂ എന്ന് പറയുന്ന സംഭവം ഇതാണോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സംഭവം 5 വർഷം കേടാവാണ്ടിരിക്കുന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. വെള്ളത്തിലിട്ട് വെക്കാണ്ട് എന്തെങ്കിലും ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ 5 വർഷത്തോളം അത് കേടാവാണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള കടകളിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഫുഡ് ഐറ്റംസും വാങ്ങിച്ച് കഴിച്ചു. കാരണം നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് ലഞ്ച് നല്ല ഹെവി ആയിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടൊന്നും എവിടെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ തൽക്കാലം കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മളിതാ പൂമ്പാറയിലോട്ടാണ് കേട്ടോ പോണത്. എന്നെപ്പോലെ കൊടൈക്കനാൽ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ കൊടൈക്കനാൽ. അടിപൊളിയാണ്. അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ട് പൂമ്പാറയാണ് കേട്ടോ. പൂമ്പാറ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വില്ലേജാണ്, ഒരു കുഗ്രാമം. കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കുറേ വീടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്. എനിക്കിവിടെ വന്നപ്പോൾ നമ്മുടെ പഴയ കാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ നാടൊക്കെ ഇതുപോലെ ആയിരിക്കും. കുറേ തിങ്ങി നിറഞ്ഞ വീടുകളും പിന്നെ ഇപ്പോഴും എന്താ പറയുക പുരോഗമനം വരാത്ത ഒരു ഏരിയ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ കണ്ടില്ലേ അവിടെയുള്ള വീടുകളൊക്കെ കണ്ടില്ലേ അടുത്തടുത്ത്. പല ഫിലിമുകളിലൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള ഏരിയാസൊക്കെ കണ്ടിട്ടുള്ളത്. എന്താ പറയുക, ഭയങ്കര ഒരു തിങ്ങി നിറഞ്ഞൊരു പ്രദേശം കേട്ടോ. നമ്മൾ അതിനകത്തോട്ടൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയും അമ്പലവും ഒക്കെ അടുത്തടുത്തായിട്ടാണുള്ളത്. അതുപോലെ വീടുകളും ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈലും തന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വയസ്സായ ആളുകളൊക്കെ കൂടിയിരുന്ന് സംസാരിക്കണു, കുട്ടികളും ഒക്കെ കൂടായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞൊരു ഏരിയ. എനിക്കിത് നമ്മുടെ ആ ഒരു പഴയ കാലമാണ് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ പൂമ്പാറൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഈ പൂമ്പാറ എന്ന് പറയുന്നത് കാടിനകത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നി. തിരിച്ച് നമ്മൾ ഈ ഒരു കാട് ഇറങ്ങിയപ്പോഴേക്കും നേരം നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊടൈക്കനാലിൽ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത പ്ലേസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊടൈക്കനാൽ ടൂറിൻ്റെ വിശേഷങ്ങൾ. ഇത്രയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 3 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു തോന്നുന്നു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്